ഒരു ഇൻഫോർമൽ അനൗൺസ്മെന്റ് നടത്തിക്കോട്ടെ. എന്റെ ഒരേ ഒരു ജ്യേഷ്ഠൻ മരിച്ചുപോയ ഗോദവർമ്മയുടെ മകൾ സുദർശനയുടെയും എന്റെ മകൻ രാമവർമ്മയുടെയും മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഹലോ, ഭാഷ ശരിയല്ലേ? ഒരു MBA ലൈനിൽ മുത്തശ്ശിയുടെ കാര്യനടവ് കിട്ടിയ ഭാഷയാണ്. കഴിക്കുന്നില്ല. എക്സ്ക്യൂസ് മീ അപ്പേട്ട, ഒരു മിനിറ്റ്. മിസസ് മേനോൻ ഭാഗ്യവതിയാ. ഇതുപോലെ പൊരുത്തുള്ള 2 ആമക്കളെ കിട്ടിയല്ലോ. ഇൻഡാസ് കിട്ടി. കൊണ്ടുപോയി അവന്റെ അച്ഛൻ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞു. രവി വർമ്മയെ പ്രൂഫ് റെഡറാക്കിയിട്ട് ഇയാൾ മാനേജിംഗ് എഡിറ്റർ കസേലിരിക്കില്ല. ഹലോ, വർമ്മയാൻ വർമ്മ, എന്താണ് ചേട്ടനും കൂടി രഹസ്യം? കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിരിക്കല്ലേ? ഇനി മുമ്പോട്ടുള്ള നടപടികളെ കുറിച്ച് ഒരു ചെറിയ ക്ലാസ് കൊടുക്കായിരുന്നു. വേണ്ടേ? തീർച്ചയായിട്ടും വേണം. നടക്കട്ടെ. വേണ്ടാത്ത പണിക്കൊന്നും പോലെ ചളമാവേ. അച്ഛൻ പെട്ടിയെടുത്ത് പോയവനെന്ന് ഞാൻ പോകത്തില്ല. എങ്ങോട്ട് പോകുന്ന ക്ഷണിക്കാനൊക്കെ നമുക്ക് ജോലി ഉണ്ടാക്കി വെച്ചിരിക്കുക. നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ. മെമ്മോ തന്ന് വരുത്തിയതാ. നീ കഴിക്കുന്നില്ലേ? പ്രൂഫ് റീഡർക്ക് പറഞ്ഞിട്ടുള്ളതാണോ അമ്മേ സൊസൈറ്റിയും പാർട്ടി? അനിയൻചേട്ടന് ഭക്ഷണം ഇങ്ങോട്ട് എടുക്കട്ടെ. മെനി മോർ റിട്ടേൺസ് ഓഫ് ദ ഡേ സുദർശന. എന്താ മോനെ കാര്യം? നീ പോയി കിടന്നോ. അവരെ കണ്ടില്ലല്ലോ മോനെ. അവര് വന്നോളും മുത്തശ്ശി. ഇന്ന് ശരിക്കും സുധുവിന്റെ പിറന്നാളാണോ? ഓ, ആണ്ട് പിറന്നാളൊന്നുമല്ല, പക്ക പിറന്നാളാ. ക്ലബിൽ പാർട്ടി നടത്തണമെങ്കിൽ നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കാരണം വേണ്ടേ? ബ്യൂട്ടി പാർലറിൽ കയറ്റി പെയിന്റ് ഒക്കെ അടിപ്പിച്ച അവളെ അവിടെ നിർത്തിയിരിക്കുന്നത്. ലിപ്സ്റ്റിക്കും ഉണ്ട്. പാവല്ലേടാ അവള്. പാവമായിരുന്നു. ഇന്ന് കണ്ടപ്പോ പാവയായിട്ട് തോന്നി. ഈ പരിഷ്കാരമൊക്കെ കാലത്തിന്റെ ആവശ്യ. തമ്പുരാട്ടി തിരി. ആ, പരപ്പെട്ട മുത്തശ്ശി പറഞ്ഞാട്ടോ, പരിഷ്കാരം കാലത്തിന്റെ ആവശ്യമാണെന്ന്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പഠിപ്പുരെ തൂക്കി വല്ല ജാസൊക്കെ അടിച്ചു പഠിക്കാൻ നോക്ക്. എഴുത്തുപുര മുറ്റത്ത് ഫാഷൻ പരേഡ് നടത്താൻ പോവാണ് അപ്പേട്ടൻ. ഒരു അറ്റ്മോസ്ഫിയറിന് വേണ്ടി പരമേട്ടനെയും പായിപ്പാടിനെയും പൂറ്റിക്കുഞ്ഞിനെയൊക്കെ ടെറാക്കോട്ട പെയിന്റ് അടിച്ച് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിർത്തിക്കളെ അപ്പേട്ടൻ. അയ്യോ കുഞ്ഞ്, അത് ഉണങ്ങുന്ന പെയിന്റ് ആയിരിക്കും. കിണുങ്ങുന്ന പെയിന്റ്. കുഞ്ഞുണ്ടാവുന്നാട്ടെ. ഞാൻ വരാം. ഒഴിഞ്ഞു മാറിയതാ. വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അനിയൻചേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എത്ര ദിവസമായി അനിയൻചേട്ടൻ എന്നോട് മിണ്ടിട്ടെന്ന് അറിയാമോ? എന്താ സുദർശനെ, സുഖമാണോ? ഇങ്ങനെ മിണ്ടിയാ മതിയോ? അനിയൻചേട്ടന്റെ മനസ്സിൽ എന്തുണ്ട്? അത് എങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ഇറിറ്റേറ്റ് ചെയ്തു അനിയൻചേട്ടാ? എന്ത് ഇറിറ്റേറ്റ് ചെയ്തെന്നോ? ആരോട് ചോദിച്ചിട്ടാടി നീ ലിപ്സ്റ്റിക് ഇട്ട്? ആരോട് ചോദിച്ചിട്ടാ ലിപ്സ്റ്റിക് ഇട്ടെന്ന്? അപ്പച്ചിയാ പറഞ്ഞു ഇങ്ങനെയൊക്കെ വേണമെന്ന്. ഓഹോ, ഒരു അപ്പച്ചയും മരുമോളും. ഈ മോന്തയ്ക്ക് എന്തോന്നാ തേച്ച് വെച്ചിരിക്കുന്നത്? മതിയോ? പറ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനിയും മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. എന്ത് കാര്യങ്ങള്? അത് പോട്ടെ, അത് ഇതുപോലെ വിളക്കെണ്ണ തുടച്ചങ്ങ് തൂത്ത് കളഞ്ഞോളാം. ഇടി നാണമില്ലല്ലോടി. പക്ക പിറന്നാളാ, ആണ്ട് പിറന്നാളാന്ന് പറഞ്ഞോണ്ട് നാട്ടുകാരെ കളിപ്പിക്കാൻ. അയ്യേ, പോ, പൊയ്ക്കോ പൊയ്ക്കോ. എനിക്ക് ഉറക്കം വരുന്നു. പോ. മഹാഭാഗ്യമാ ഇങ്ങനൊരു ബന്ധം കിട്ടുന്നത്. എവിടെ വെച്ചാ താലി കെട്ടെന്ന് പറഞ്ഞത്? എഴുത്തുപുര വീട്ടിലെ കല്യാണമൊക്കെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താറുള്ളൂ ഏട്ടാ. ഓ, അങ്ങനല്ലേ. എന്തിനാ നീ വരണമെന്ന് പറഞ്ഞേ? അനിയൻചേട്ടൻ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. കാര്യം പറ. എനിക്ക് അമ്മാവനെ കണ്ട അനുഗ്രഹം വാങ്ങിക്കണം. അനിയൻചേട്ടാ പ്ലീസ് ഒന്ന് കൊണ്ടുപോകും.
എന്തിനാ സുധു? അമ്മയുടെ സ്വഭാവം നിനക്കറിയാം. അനിയച്ചിട്ട് എന്നെ കൊണ്ടുപോകുമല്ലോ എന്ന് പറ. നിനക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് പോണ അനിയച്ചിട്ട് അമ്മാവനെ കാണണം. അല്ലെങ്കിൽ അതൊരു വലിയ തെറ്റാ. വാ കേറ്. എങ്ങട്ടാ സുധു? അമ്മയൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ, ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ശരിയമ്മായി. മോളെ മുറുക്കി കെട്ടോ. എടോ മോളെയൊക്കെ അവര് മുറുക്കി കെട്ടിക്കോളും. താൻ പോയി ആനയെ മുറുക്കി കെട്ടാൻ നോക്ക്. മിസ്റ്റർ അനന്തരാമൻ, എനിക്ക് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാലേ അലർജിയാണ്. പ്രൈവസി നഷ്ടപ്പെടുന്നു. It's all in the game, necessary evil. Cheer up. Come on. Cheers. Yes. വല്ലാതെ വൈകുന്നല്ലോ സുധു. കണ്ടിട്ട് പോവാ അനിയച്ചിട്ടാ. വന്നതല്ലേ? ഇപ്പോഴിങ്ങെത്തും. 7 മണിക്ക് മുമ്പ് വരുമെന്ന് പറഞ്ഞിട്ടാ സാറ് പോയത്. ഇവളിതെവിടെ പോയിരിക്കുക? ചോദിക്കുന്നവരടുത്തൊക്കെ ഇപ്പൊ വരുന്ന എത്രന്ന് വെച്ചാ പറയാ. വരുമ്പോ വരട്ടെ. സുധ എവിടെ? അവളിങ് എത്തിയില്ലേ ഇതുവരെ? നിങ്ങളോടാ ചോദിച്ച? Sir, please, come on. എല്ലാരും ചോദിക്കുക അവളെവിടെയെന്ന്. കറങ്ങാൻ കണ്ട നേരം. ആട്ടിത്വം കൊടുത്താലും അടുക്കള സംസ്കാരം മാറില്ലെന്ന് വെച്ചാ പിന്നെന്ത് ചെയ്യാനാ? അരുത് മോളെ, അങ്ങനൊന്നും പറയരുത്. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഒരുപാട് നേരം അയച്ചാ പറയാതെ വന്ന്. അച്ഛ പെട്ടെന്ന് ഇവിടെ ഒന്ന് അനുഗ്രഹിച്ചേ. അവളെ ഞാൻ എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞതാ. പിണങ്ങിയിട്ടൊന്നും അല്ല മോളെ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നത്. വെഡിങ് കാർഡ് കിട്ടി. മിസ്റ്റർ ആൻഡ് മിസ്സിസ് കെ മേനോൻ എന്നതിന്റെ മുകളിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്റെ മൂത്ത മോന്റെ കല്യാണം ഒരു ക്ഷണക്കത്തിലൂടെ അറിയിക്കേണ്ട ചുമതലയെ എന്റെ ഭാര്യയ്ക്കുള്ളൂ എങ്കിൽ മാറി നിൽക്കുന്നതല്ലേ അന്തസ്? നിനക്ക് നല്ലതേ വരൂ. സർ, യു ഷുഡ് കൺട്രോൾ യുവർ സെൽഫ്. കുറച്ച് സമയം മൂളി പോയിരുന്നാലോ? എവിടെ പോയി കിടക്കാൻ? എന്താ ഈ കാണിക്കുന്നത്? എന്താ അമ്മ ഇത്? എവിടെയായിരുന്നടാ ഇതുവരെ? എന്തിനാ ചോദിക്കണേ? എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? തനിക്കൊന്നും മനസ്സിലായില്ല. ഇയാൾക്കിപ്പോ ബോധമില്ല. ബോധമില്ലാത്ത നിനക്കാ. അമ്മ ഒന്നും ഉണ്ടായിരുന്നേ. നിനക്ക് വേണമെങ്കിൽ നിനക്ക് എടുക്കാനില്ല അവളെ. എന്തിനാ ഈ ഒളിച്ചു കളി? പറയാ, എന്തിനായിരുന്നു ഈ ഒളിച്ചു കളി? മുത്തശ്ശി കേട്ടില്ലേ ഈ പറയുന്നത്? എനിക്ക് ഈ കല്യാണം വേണ്ട മുത്തശ്ശി. എനിക്ക് ഇനി ഈ കല്യാണം വേണ്ട മുത്തശ്ശി. എടീ, അമ്മ പാവാണ് അമ്മ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊക്കെ കേട്ട് നിൽക്കേണ്ടി വന്നത്. ഞാൻ അടുക്കളക്കാരിയല്ല. മുത്തശ്ശിയുടെ വയറ്റിൽ പിറന്ന ഗോദവർമ്മ രാജയുടെ മകളാ ഞാൻ. എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരു ആഭാസനെ ഞാൻ സമ്മതിക്കില്ല. അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ മുത്തശ്ശി ഞാൻ. അവഗണിച്ച് ഇറക്കി വിട്ടില്ല അപ്പച്ചി. ആ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ. അല്ലാതെ തന്റെ അനിയനെ കൂടെ കിടക്കാൻ പോയതല്ല. വേണ്ട മുത്തശ്ശി, ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. എന്റെ അച്ഛനല്ലാതെ കുറവ് ആദ്യമായിട്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾക്ക് ആരുമില്ല, ആരുമില്ല. സുദർശനെ, നിന്റെ താലിയാ നീ നിഷേധിക്കുന്നത്. അവമാനിച്ചിട്ട് ഔദാര്യ തല്ലി കാണിച്ചാൽ കഴുത്ത് നീട്ടി തരുന്ന ക്ലാവും പിടിച്ച് പിച്ചിലെ കോലൊന്നല്ല ഈ സുദർശന. ഈ വീട്ടിലെ രക്തമാണ് ഞാനും. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അറിവിന്റെ തിരുമുറ്റത്ത് അറിവുകേടിന്റെ ആൽക്കഹോളിക് പെർഫോമൻസ് അസലായപ്പെട്ട നാടക അസലായി. അതിഥികളും അന്തേവാസികളും അമ്മയും മുത്തശ്ശിയും ഒന്നിച്ചിരുന്ന് കണ്ടില്ലേ? അസലായി, അസലായി. ഇത്രത്തോളം ഭാവന അങ്ങേക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. നല്ലൊരു പ്രോംപ്റ്ററും. നിനക്ക് നല്ലതേ വരൂന്ന് അച്ഛന്റെ അനുഗ്രഹം വാങ്ങി വന്ന് നമ്മുടെ സുധുവിനെ
അമ്മ അപ്പേട്ടനും കൂടെ അപമാനിച്ചിറക്കി വിട്ടത്? അമ്മ തന്നെയാണോ അനിയൻ കുട്ട എന്ന് വിളിച്ച് എന്നെ വളർത്തിയത്? എങ്ങനെ നാവടക്കി കേട്ടു നിൽക്കാൻ പറ്റിയ അമ്മേ അപ്പേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ? എനിക്ക് ആരുമില്ലേ? ഞാനും അനാഥനാണോ? അതെ മുത്തശ്ശി, എന്റെ അച്ഛനെ അപമാനിച്ചിറക്കി വിട്ട, നമ്മുടെ സുധുവിനെ അപമാനിച്ചിറക്കി വിട്ട ഈ അന്യായത്തിന്റെ വീട്ടിൽ ഞാൻ അനാഥൻ തന്നെയാണ്. അപ്പം തമ്പുരാന്റെ ഫലം നടക്കട്ടെ. ഒരു കരിക്കട്ട പോലെ ഈ വീട്ടിൽ കിടക്കാൻ എന്നെ കൊണ്ടാവില്ല. അണ്ണ ജ്യേഷ്ഠൻ തമ്പുരാന് വേറെ കല്യാണം ഉറപ്പിച്ചു. നമ്മുടെ വാസ്തവൻ ചേട്ടൻ പറഞ്ഞതാ, അപ്പൊ വാസ്തവമായിരിക്കണം. ഇതാ ഇഡ്ഡലിയും കടലയും ചമ്മന്തി സാമ്പാറും ഉണ്ട്. എവിടുന്നാ? ഗജമുഖ വിലാസ ഹോട്ടലിൽ നിന്ന്. അതല്ല, കല്യാണം. ഓ കല്യാണോ? ആ കണ്ണു ഡോക്ടർ ജയശ്രീയോ? പേര് ഞാൻ ചോദിച്ചില്ല, പോയി ചോദിച്ചിട്ട് വേണ്ട, വരട്ടെ. പാർവതി തമ്പുരാട്ടി വലിയ വാശിയായിട്ട് എടുത്തിരിക്കുക. അതേ ദിവസം അതേ പന്തലിൽ വെച്ച് അതേ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തുമെന്ന്. നമുക്കെല്ലാം അറിയാവുന്ന കുട്ടിയല്ലേ അമ്മേ? എന്നാ പിന്നെ നേരത്തെ ഇത് തന്നെ ആകാരുന്നില്ലേ മോളെ? വെറുതെ എന്തിനാ നമ്മുടെ സുധുവിനെ ഇതിൽ വലിച്ചിട്ടത്? അവളെ അവൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പിന്നെ എന്താ അമ്മേ ചെയ്യേണ്ടത്? തെറ്റിൽ നിന്നും കൂടുതൽ തെറ്റുകളിലേക്ക് നീ എടുത്തു ചാടരുത്. കല്യാണം മാറ്റിവെക്കാൻ പറ്റില്ല. ഇതാവുമ്പോ ആദ്യം അപ്പനും വന്ന ആലോചനയാണ്. കുട്ടിയെ അവനും അറിയാം, ആ വീട്ടുകാർക്കും സമ്മതമാ. എന്റെ സമ്മതം ചോദിക്കണ്ട. നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്റെ വിഷ്ണുമോഹേ. അവരെ അവമാനിച്ചു വിട്ടെങ്കിലേ നിന്റെ പോക്ക് അടക്കമില്ലായിട്ടാ. പഠിപ്പൊരു വഴിയൊന്നുമല്ലോ നീ ആ വീട്ടിനകത്ത് കയറിയത്. നീ ഒന്നും മിണ്ടാണ്ടിരിക്കേ. പടി അടച്ച് പിണ്ണം വെക്കുന്നതിന് മുമ്പ് നീ പോയി കാല് പിടിച്ച് മാപ്പ് പറ. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, നമുക്കല്ലേ ആവശ്യം. നീ ആ കൊച്ചു തമ്പുരാട്ടിയെ ചെന്ന് കണ്ട് കരഞ്ഞു പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. ചെല്ലു കൊച്ചമണി. അമ്മ എങ്ങ് പോകുന്നില്ല. അവള് പോവും. അടങ്ങി ഇരുന്നോട് ആട്ടക്കാനും. ഇപ്പഴേ കണ്ടില്ലല്ലോ ബന്ധുക്കളൊക്കെ. അധികാരം അവന്റെ വീട്ടിലെടുത്താ മതി. അമ്മ എങ്ങും പോവില്ല. കൊച്ചപ്പണി, അഹങ്കാരികളാണ് നിന്റെ മക്കള്. അവസ്ഥ അറിഞ്ഞ് നീ അവരെ വളർത്തിയില്ല. അതിന്റെ ഫലം നീ അനുഭവിക്കും. കേട്ടില്ലേ? മതിയായില്ലേ? ഇനി എന്തിനാ അവിടെ നിൽക്കണേ? അന്യായമായി പോയി ആ കുട്ടിയോട് ചെയ്തത്. നീ സുധുവിനെ പോയി കണ്ടോ? ഇല്ല. എന്തേ? എങ്ങനെ അച്ഛാ ഞാൻ അവളുടെ മുഖത്ത് നോക്ക? എന്താ ഞാൻ അവളോട് പറയാ? ഞാൻ പോയി കണ്ടിരുന്നു സാർ. കുറെ നേരം അവിടെ നിന്നു, ഒന്നും മിണ്ടിയില്ല. പോട്ടേന്ന് ചോദിച്ചപ്പോൾ അണ്ണനെ പറ്റി അന്വേഷിച്ചു. വീട്ടിൽ നിന്നിറങ്ങി വേറെ താമസിക്കാണെന്ന് പറഞ്ഞപ്പോ കരഞ്ഞു. നീ അവളെ പോയി കാണും മോനെ. എന്താ മോളെ? അനിയൻ ചേട്ടന് കാപ്പി എടുക്കട്ടെ? നീ എന്താ പൊട്ടു തൊടാത്ത? മറന്നുപോയി. മറക്കരുത്. എനിക്ക് നിന്നെ എന്നും അങ്ങനെ കാണണം, എന്റെ സുഖമായിട്ട്.
അത് പറയാനാ ഞാൻ വന്നത്. എന്തിനാ കരയുന്നത്? കരയ നിനക്ക് ഞാനില്ലേ മോളെ? എനിക്ക് നിന്നെ എന്റേതാക്കാൻ താലി കെട്ടി ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് പോകും, നീ വരുമെങ്കിൽ. അതല്ല, നിനക്ക് അനിയൻ ചേട്ടൻ അങ്ങനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന ആളിനെ കൊണ്ട് നിന്റെ കല്യാണം ഞാൻ നടത്തി തരും. മുത്തശ്ശിയുടെ ആഗ്രഹം എന്റെ ആഗ്രഹത്തെക്കാൾ വലുതാണെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഒന്നും പറയാതിരുന്നത്. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ കാപ്പി എടുത്തോണ്ട് വരാം. അമ്മേ, ഗോദവർമ്മ തമ്പുരാന്റെ പത്നി ആത്മഹത്യ ചെയ്തു. കഷ്ടമായി പോയി. ഞങ്ങൾക്കിനി ആരുമില്ല അമ്മാവ. ഞങ്ങളൊക്കെ ഇല്ലേ? ചേട്ടാ, ഞാനിനി ചേച്ചിയോട് എന്ത് പറയാനേ ചേട്ടാ? ചേച്ചി, ദീപം നമുക്ക് അങ്ങോട്ടൊന്ന് പോണ്ടേ അപ്പ? അമ്മയ്ക്ക് വേണമെങ്കിൽ പോവാം, ഞാനില്ല. അമ്മായി, ഞാൻ കൂടെ വന്നോട്ടെ? സുദർശൻ ഒന്ന് കാണണം. വേണ്ട, നിനക്കൂടെ വന്നൂടെ അപ്പ? ഐ ആം നോട്ട് കമ്മിങ്. ഷീ ഈസ് നോട്ട് കമ്മിങ് വിത്ത് യു. അമ്മയ്ക്ക് വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞില്ലേ? എന്തിനാ വന്നത്? എല്ലാരും കൂടെ കൊല്ലില്ലേ എന്റെ അമ്മയെ? കുഞ്ചു, ഞാൻ എന്റെ അമ്മയെ കത്തിച്ചുകളഞ്ഞു അപ്പച്ചി. കരയണ്ട മോനെ. ചേട്ടാ, എല്ലാം ഭംഗിയായില്ലേ മോളെ? ഇവിടെ എല്ലാം ഭംഗിയായി. എനിക്ക് പിണ്ടം പോലെ ഇരിക്കുന്ന കട്ടില് അപ്പച്ചി അപ്പച്ചി എന്ന് വിളിച്ച് നിന്റെ പിറകെ നടന്നിട്ടുള്ള നമ്മുടെ സുഖമായിരിക്കുന്നത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ എഴുത്തുപുരക്കാരാ. എന്റെ മോൻ ചെയ്ത തെറ്റ് തിരുത്താൻ എനിക്ക് സാധിച്ചു. നിന്റെ മോൻ ചെയ്ത തെറ്റ് തിരുത്താൻ എന്നെ കൊണ്ടായില്ലല്ലോ മോളെ. ഒരു വാക്ക് എനിക്ക് അവളോട് പറയാൻ കഴിഞ്ഞില്ല.
അറിയാവുന്ന അക്ഷരങ്ങൾ പോലും അറുതി പറഞ്ഞു മാറി നിൽക്കുക. മടിയിലിരുത്തി വളർത്തിയ പേരക്കുട്ടിയോട് എങ്ങനെയാ ഞാൻ പൊറുക്കണേന്ന് പറഞ്ഞു. എല്ലാവരും അകന്നകന്നു പോകുന്നല്ലോ എന്റെ വിഷ്ണുമായ. എനിക്കിതൊന്നും ചേരില്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ല അപ്പച്ചി. ഞങ്ങൾ ഇറങ്ങാം. പോവാം. എന്നാ പിന്നെ അനിയൻചേട്ടാ, അനിയൻചേട്ടൻ പോകുന്നില്ലേ? എങ്ങോട്ട്? അനിയൻചേട്ടന്റെ വീട്ടിലേക്ക്. പോണോ? ഇനി പോണം. ചെയ്യേണ്ടതെല്ലാം അനിയൻചേട്ടൻ ചെയ്തു കഴിഞ്ഞു. ചെയ്യേണ്ടതൊന്നും അനിയൻ ചേട്ടൻ ചെയ്തില്ല മോളെ. താമസിച്ചു പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ ഒട്ട് പറയുന്നുമില്ല. നീ വരുന്നില്ലേ എന്റെ കൂടെ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? അന്ന് അനിയൻചേട്ടന്റെ പേര് പറഞ്ഞല്ലേ എല്ലാരുടെ മുമ്പ് വെച്ച് എന്നെ അവമാനിച്ചത്. അത് അനിയൻചേട്ടന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നാൽ ഞാൻ ആരായി അനിയൻചേട്ടൻ? അവരെന്നെയും അനിയൻചേട്ടനെ പറ്റി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വരില്ലേ? അതൊക്കെ തെറ്റായിരുന്നു എന്ന് ഈ ജീവിതം കൂടി എനിക്ക് തെളിക്കണം. അതിന് അനിയൻചേട്ടൻ എന്നെ സഹായിക്കണം. എന്നെ മറക്കണം. കഥ കടച്ചു കിടന്നു.